ചൊറിയാണ്. എന്താ പറയുക നിങ്ങൾ? EMS സ്വർഗത്തിൽ പോകും. ആയിക്കോട്ടെ, പോയിക്കോട്ടെ എന്ന്. പോയിക്കോട്ടെ, എന്താ കുഴപ്പം? AKG സ്വർഗത്ത് പോകും, നല്ല കാര്യം. ഗാന്ധിജി സ്വർഗത്ത് പോകും, ഞങ്ങൾക്ക് പെരുത്ത് സന്തോഷം. പക്ഷെ ഞങ്ങൾ പോകുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാ പറയാത്തത്. ഉറപ്പില്ലല്ലോ. മനുഷ്യൻ സ്വർഗം തേടിയുള്ള യാത്രയിൽ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതാ ഇസ്ലാമിന്റെ ഒരു സ്വർഗത്തിലേക്കുള്ള യാത്രയിലെ മനുഷ്യന്റെ പ്രത്യേകത. അവസാന ഘട്ടത്തിൽ പോലും നമുക്കൊരു ഷഫാഅത്ത് കിട്ടാൻ, നമ്മളിൽ നിന്നൊരു നന്മയുണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അള്ളാഹുവിനെയാണ്. സ്വർഗം എനിക്ക് പോയി പോകുമോ എന്ന ഭയമാണ്, അത് കിട്ടാതെ വരുമോ എന്ന ആശങ്കയാണ്. നമ്മൾക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട്, എന്റെ സ്വർഗത്തെ കുറിച്ച് എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഗാന്ധിജിക്ക് സ്വർഗം എങ്ങനെ വാഗ്ദാനം ചെയ്യും? ഞാൻ എങ്ങനെ EMSന് ചെയ്യും? ഞാൻ ആർക്ക് ചെയ്യും? ആർക്ക് ചെയ്യാൻ കഴിയും? എനിക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യം ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ എന്തൊരു വിഡ്ഢികളാക്കലാണ് ഇവർ. CPM-കാരാ. നിങ്ങൾക്ക് മാഷറിനെ കുറിച്ചുള്ള ധാരണ എന്താണ്? നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ചുള്ള ധാരണ എന്താണ്? ചാത്തപ്പരെന്ത് മാഷറ, നിങ്ങൾക്ക് എന്ത് സ്വർഗം? നിങ്ങൾക്ക് എന്ത് സ്വർഗം? നാട്ടുപുറത്ത് പറയാറില്ലേ അങ്ങനെ ഒരു വാക്ക്? പറയാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനങ്ങനെ വിഡ്ഢിയാവണത്? ഇവന് ഒരു അഹങ്കാരത്തിന്റെ മൂർത്തഭാവം. ഒരിക്കല അബ്ദുറബ് സാഹിബൊക്കെ എന്നോട് ചോദിക്കാണ്, നിങ്ങൾ റെഗുലർ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? റെഗുലർ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? ബഷീറിനോട് എന്താണ്, നിങ്ങൾ പുസ്തകം വായിച്ചിട്ടുണ്ടോ? എടോ, ഞാൻ ചോദിക്കട്ടെ, കോളേജിൽ പഠിച്ച പുസ്തകം വായിച്ചു, ഇയാളുടെ നിലവാരം എന്താണ്? നിങ്ങൾ ഒരു 10 കൊല്ലത്തെ KT ജലീലിന്റെ പ്രസംഗം എടുത്തു നോക്കിയാൽ പുതിയ എന്തെങ്കിലും ഒരു സാധനം അതിനകത്തുണ്ടോ? പുതിയത് എന്തെങ്കിലും ഒരു സാധനം? എന്താ കാര്യം? അങ്ങനെ 980-ൽ തേങ്ങ വീണതാ തലയിൽ, പിന്നെ ഒന്നും വന്നിട്ടില്ല. അതിനേഷം ഒരു അപ്ഡേഷനും ഇല്ല. പക്ഷെ സഖാക്കൾ കൈയടിക്കാൻ കാര്യം എന്താ അറിയോ? ഓരോ തലയിൽ 960-ൽ തേങ്ങ വീണതാൽ ഓല് പുതിയ ഇപ്പോൾ റഷ്യക്ക് നോക്കി കുത്തിർക്കാൻ, ഇപ്പോൾ ചൈനയ്ക്ക് നോക്കി കുത്തിർക്കാൻ. ആ സാധുക്കൾക്ക് ഒരു മഹാവിവരമുള്ളവനാണ് ഇവൻ എന്നവർ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ജലീലിനോട് പറയട്ടെ, കരിപ്പൂരിൽ ഇറങ്ങുന്ന മുസ്ലിങ്ങളുടെ കണക്കല്ലേ നിന്റെ കയ്യിലുള്ളത്? നീ കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നവനല്ലേ? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിന്റെ തൊഴിലിടങ്ങളിൽ മുസ്ലിങ്ങളുടെ എത്ര സംഖ്യയുണ്ട് അറിയോ? കേരളത്തിന്റെ തൊഴിലിടങ്ങളിലുള്ള മുസ്ലിങ്ങൾ എത്ര? ദളിതുകൾ എത്ര? ആ കണക്ക് കയ്യിലുണ്ടോ? ആ കണക്ക് കയ്യിലുണ്ടോ? എന്തു മനോരോഗമാണ് നിന്നെയൊക്കെ നയിക്കുന്നത്? ബസ് മറിഞ്ഞാ പത്രം എടുത്ത് വായിക്കുക, എന്നിട്ട് മുസ്ലിങ്ങൾ 24, ഹിന്ദുക്കൾ 35. അൽഹംദുലില്ലാ 24 മുസ്ലിങ്ങളിൽ എന്ന് പറയുന്ന മാനസിക രോഗി, അല്ലെങ്കിൽ ഇവർ ഇത്ര പോയല്ലോ എന്ന് കരുതുന്ന നരമ്പ് രോഗി. ഈ പുടുത്ത മനസ്സിനെ നരമ്പ് രോഗമെന്നല്ലാതെ എന്താ വിളിച്ചു പറയേണ്ടത്? കുറ്റം ഇവിടെ ഒരു ക്രിമിനൽ നിയമത്തിനകത്ത് മുസ്ലിം എവിടെയോ, ഹിന്ദു എവിടെ? നീ പോക്ക് പോയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിരിക്കും, അല്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ, എന്നിട്ട് പറയും, പനി നോക്കിയിട്ട് പറയും അത് മുസ്ലിം പനിയാണ്, ഇത് ഹിന്ദു ക്യാൻസർ ആണ്, അത് ക്രിസ്ത്യൻ തലവേദനയാണ്. ഈ ജാതി നരമ്പ് രോഗികളെ കൈകാര്യം ചെയ്യേണ്ടത് ഈ രാജ്യമാണ്, ഈ നാടാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പിന്നെ ഇവരുടെ ഒരു സ്ഥിരം വർത്താനാണ്, കുറെ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്ത്? തലശ്ശേരിയിൽ വർഗീയ കലാപം ഇല്ലാണ്ടാക്കി ഇവരുടെ കുഞ്ഞിരാമനാണ്. കള്ളുഷാപ്പ് കടന്ന് മരിച്ചുപോയ, കുത്തേറ്റ് മരിച്ച കുഞ്ഞിരാമന്റെ കണക്കായി പറയണത്. തെളിവ് പറഞ്ഞാലും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തെ എന്താ? മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് നിങ്ങളാണ്. ശരി, നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് കപ്പം തരണോ? മലപ്പുറം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഗുണ്ടാ പിരിവാണോ? നിങ്ങൾ ഇതിന്റെ കണക്കും വരും. എന്നാ പോയി കോട്ടയത്ത് ചോദിക്കണോ? അവിടെ ക്രിസ്ത്യാനികളാണ് ആ ജില്ലയിൽ കൂടുതൽ. എന്താ അതുണ്ടാക്കിയ കണക്ക് പറയാത്തത്? മലപ്പുറത്തിന്റെ കണക്ക് മലപ്പുറം നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നിങ്ങനെ പറയണത്. നിങ്ങൾക്ക് ഞങ്ങൾ കപ്പ് തരണോ? നിങ്ങളെ തറവാട്ട് സ്വത്തയിലെ വിഹിതെടുത്താണോ ഈ ഒരു ജില്ല ഉണ്ടാക്കിയത്? എന്ത് വർത്തമാനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഒരു കാര്യം ഉണ്ടല്ലോ, CH എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ, ആ മനുഷ്യന്റെ ബുദ്ധി വൈഭവത്തെ കുറിച്ച് ആലോചിച്ചാലും പറഞ്ഞാലും മതിയാവൂല. എന്താ കാര്യം എന്നറിയോ? മലപ്പുറത്തിന്റെ ഹൃദയഭൂമിയിൽ അയാൾ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, എന്നിട്ട് പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിട്ടു. എന്താ കാര്യം അറിയോ? ഇവനെ പോലത്തെ ഊളകൾ വരാൻ സാധ്യതയുണ്ട്. അവിടെ പഠിച്ചു വരുന്ന കുട്ടികൾ അത് ബാധിക്കുന്നു വിചാരിച്ചിട്ടാണ്. അവിടെ പഠിച്ചു അത്രമേൽ വർഗീയമാണ് ഇവരൊക്കെ എന്നതുകൊണ്ടാണ്, അത്രമേൽ വർഗീയപരമാകും എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇന്ന് ലോകത്ത് ഇസ്രയേൽ ഗാസ എന്ന് പറയുന്ന പ്രദേശത്തെ ഐസൊലേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കേന്ദ്രീകരിപ്പിച്ച് നിർത്തുകയാണ്, മാറ്റി നിർത്തുകയാണ്.
എന്നിട്ട് ഭീകരമായി ആക്രമിക്കുകയാണ്. ആ ഇസ്രയേലിന്റെ അജണ്ടയോടുകൂടിയാണ് നിങ്ങൾ മലപ്പുറത്തെ കാണുന്നതെങ്കിൽ മലപ്പുറത്തെ അങ്ങ് മൂക്കിൽ വലിച്ചു കളയാമെന്ന തെറ്റിദ്ധാരണയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവരുത്. കാര്യം എന്താണെന്നറിയോ? ബ്രിട്ടീഷുകാർ തകർത്തെറിഞ്ഞ ഈ നാടിനെ ഇതുപോലെ ഇങ്ങനെ എത്തിക്കാൻ ഈ പച്ചക്കൊടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ നിങ്ങൾ, ഇതെവിടെ കൊണ്ടുപോ. 921 വിപ്ലവം മുതൽ RSSകാരന്റെ അജണ്ടയാണ് ഈ ജില്ലയിൽ മാപ്പിള ഹിന്ദുക്കൾക്ക് കുഴപ്പമാണ്, പ്രശ്നമാണ് എന്നൊക്കെ പറയൽ. അതിനെ ഒരു തലമുറ അതിജീവിച്ചതാണ്. പാണക്കാട്ടെ തങ്ങന്മാർക്ക് എന്താ പണി എന്ന് ചോദിക്കണില്ലേ? അവരെന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നില്ലേ? അവർ ഈ നാട്ടിന്റെ സൗഹൃദത്തിന്റെ കാവൽക്കാരാണ്. അവർ കാവലിരിക്കുകയാണ്. അവർ ഈ രാജ്യത്തിലെ കാത്തിരിപ്പുകാരാണ്. കാര്യമെന്ത്? അവർക്ക് ഈ സൗഹൃദത്തിൽ വലിയ പങ്കാളിത്തമുണ്ട്. ഈ മലപ്പുറത്ത് ജനസംഖ്യ വർദ്ധിച്ചത് എന്താണെന്ന് അറിയുമോ? ഇവിടുത്തെ സ്ത്രീകൾ പെറ്റിട്ട് മാത്രമല്ല, മലപ്പുറത്തേക്ക് വന്നവൻ ഇവിടെ വന്നിറങ്ങും. വേറെ ജില്ലയിൽ നിന്ന് വരികയാണ്, സ്ഥലം മാറ്റം കിട്ടിയിട്ട്. ചങ്കുവെട്ടിയാണ് ഇറങ്ങുമ്പോ തന്നെ പേര് ചങ്കുവെട്ടി എന്നാണ്. എന്നിട്ട് പേര് കാണുമ്പോൾ തന്നെ ഒരു ബേജാറായി. അപ്പം വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുകയാണ്, മോനെ എവിടെത്തി? ഞാൻ ഏകദേശം ഇവിടെ എത്തി. പിന്നെ വിളിക്കുക, ഒച്ചട്ട് വർത്താനം പറയാൻ പേടിയാണ്. ആ സാധുവിന് അവസാനം റിട്ടയർമെന്റ് കിട്ടിയാൽ പോലും മലപ്പുറത്തൊന്നും പോണില്ല. ആ പറഞ്ഞ അമ്മയെ കൂട്ടി ഇവിടെ വരികയാണ്. മലപ്പുറത്ത് ജനസംഖ്യ വർദ്ധിച്ചത് ഈ നാട്ടിൽ വന്നവൻ പോകാതെ ഈ മണ്ണിൽ താമസിച്ചതിന്റെ പേരിലാണ്. ആ കാര്യത്തില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. ഈ മലപ്പുറത്തിന്റെ വളർച്ചയിൽ ഈ പറയുന്ന ഊളക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നിട്ടും ഒരു ഉറുപ്പികയുടെ ആനുകൂല്യം അല്ലെങ്കിൽ നന്മ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കിയ വൃക്കരോഗികൾക്കുള്ള കാരുണ്യത്തിന്റെ നിറവിനെ തകർത്തു കളഞ്ഞതിവരാണ്. അറിയോ? തകർത്തു കളഞ്ഞതിവരാണ്. അത് അവിടെ മാത്രല്ല, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അതിശക്തമായ വിയോജിപ്പുകൾ ലീഗിനുണ്ട്. രണ്ടു സംഘടനയാണ്. ഞാൻ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് ജമാഅത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റിയതിനു ശേഷമല്ല. അവരുടെ കോളേജിൽ പഠിക്കുമ്പോ അവർക്കെതിരെ അതവർക്കറിയാം. എത്രയോ എഴുതിയിട്ടുണ്ട്, എത്രയോ വിയോജിപ്പുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ അവരുമായി സൗഹൃദങ്ങളുണ്ട്, രാഷ്ട്രീയമായ സൗഹൃദങ്ങളുണ്ട്. അവരുമായി സംവാദങ്ങളുണ്ട് എന്ന് വെച്ച് അവരുടെ എതിർപ്പ് അവസാനിച്ചോ? അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാക്കിയോ? കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാക്കിയോ? രാഷ്ട്രീയ സൗഹൃദങ്ങൾ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വിയോജിപ്പുകൾ അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ അവരെ എതിർക്കേണ്ട രീതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. അത് ഡിബേറ്റാണ്, അത് തർക്കമാണ്. അല്ലാതെ മീഡിയ ഫണ്ട് നിരോധിക്കണമെന്ന് കേന്ദ്ര BJP-കാരന് കത്തെഴുതുന്ന വിഷത്തിന്റെ പണി KT ജലീൽ അല്ലാതെ ഇവിടുത്തെ ഒരു മനുഷ്യൻ ചെയ്യില്ല. നിങ്ങൾ ഓർത്തു നോക്കണം, ജമാഅത്തെ ഇസ്ലാമിയുടെ ആനുകൂല്യങ്ങളിൽ വളർന്നു വന്ന് ആനുകൂല്യം പറ്റിയവനല്ല ഞങ്ങളൊന്നും, അത് വാങ്ങിയവരല്ല ഞങ്ങളൊന്നും. അതിൽ വളർന്നു വന്നിട്ട് എന്നിട്ട് ആ മീഡിയ വൺ അവർക്കെതിരെ വസ്തുതാപരമായി എന്തോ എഴുതിയപ്പോ അത് നിരോധിക്കണമെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തെഴുതുക. എന്തൊരു അശ്ലീലമാണിത്! എന്തുമാത്രം മോശപ്പെട്ട കൂതറ ഏർപ്പാടാണെന്ന് ഇയാളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതാ പലരും പറഞ്ഞു, ഇതാ ഇവിടെ ഒരു ചർച്ചുണ്ട്. ഞാൻ പറയാണ്, ഈ ചർച്ച് വന്നതിന്റെ ചരിത്രം പറഞ്ഞു. ആ ചർച്ച് ഡോക്ടർ അബൂബക്കർ ഇവിടെ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് അവിടെ ഒരു മുനിസിപ്പൽ പ്രൊജക്ട് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. അവര് പ്രക്ഷോഭത്തിന് ഇരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കണം. നേരെ പോയത് പൂക്കോയ തങ്ങളുടെ അടുത്താണ്. പൂക്കോയ തങ്ങൾ പറഞ്ഞു, അന്ന് അബൂബക്കറിനെ വിളിച്ചിട്ട് അബൂബക്കർ സാഹിബിനെ വിളിച്ച്, അല്ല അവിടെ പള്ളി വരണം. ഇതൊരു ആനുകൂല്യമല്ല, ഒരു സൂക്ഷ്മതയാണ്. പാണക്കാട്ടെ കുടുംബം കാണിക്കുന്ന സൂക്ഷ്മതയാണ്. ലീഗ് രാഷ്ട്രീയം മലപ്പുറത്ത് കാണിക്കുന്ന സൂക്ഷ്മതയാണ്. ഗാന്ധിജി സ്വർഗത്തിൽ പോവോ, AKG സ്വർഗത്തിൽ പോവോ എന്ന് തെരഞ്ഞു നടക്കുന്ന ജലീലെ, മലപ്പുറത്തെ വല്യങ്ങാടിയിലെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന 44 ശുഹദാക്കളിൽ ഒരാളുടെ പേര് വേലുക്കുട്ടി തട്ടാൻ എന്നാണ്. അറിയോ നിനക്ക്? ചരിത്രം അറിയാ? മലപ്പുറത്തെ പള്ളിയില് അന്ത്യവിശ്രമം കൊള്ളുന്ന 44 ശുഹദാക്കളിൽ ആ പള്ളി തകർക്കാൻ വന്നവരെ പ്രതിരോധിച്ചു മരിച്ചുപോയ 44 ശുഹദാക്കളിൽ വേലുക്കുട്ടി തട്ടാനുണ്ട്. ഈ സിവിൽ സ്റ്റേഷൻ, ആ സിവിൽ സ്റ്റേഷൻ ഇവിടുത്തെ മിലിറ്ററി ബാരക്കായിരുന്നു. പറഞ്ഞു പലരും ഇവിടെ. ആ മിലിറ്ററി ബാരക്കിനകത്ത് ഇവിടുത്തെ മാപ്പിളയുടെ രക്തമുണ്ട്, ഇവിടുത്തെ മാപ്പിളയുടെ മാംസമുണ്ട്, ആർത്തലക്കുന്ന നിലവിളികളുണ്ട്. അവിടെയാണ് ജനാധിപത്യത്തിന്റെ സ്ഥിരാകേന്ദ്രമായി അവിടെ നിൽക്കുന്നത്. ഈ മലപ്പുറത്തെ തകർക്കാൻ നിങ്ങളുടെ ADGP ഒന്നും മതിയാവില്ല.
മുഖ്യമന്ത്രി വിചാരിച്ചാലും കഴിയില്ല. കാരണം 21 നിന്ന് ഉയരെടുത്തു വന്ന ഒരു പ്രയാണമുണ്ട്, ഒരു ത്യാഗം. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ നിങ്ങളോട്, ഈ മലപ്പുറത്തിന്റെ തെളിനീരില് വിഷം കലർത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട്, RSSുകാർ ശ്രമിച്ചിട്ടുണ്ട്, പലരും ശ്രമിച്ചിട്ടുണ്ട്. ഉഗ്രവിഷമുള്ള രാജവെമ്പാല പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് നടന്നിട്ടില്ല. എന്നിട്ടാണ് വളാഞ്ചേരിയിലെ ഈ നീർക്കോലി വന്നിട്ട് വിഷം കലർത്താമെന്ന് വിചാരിക്കുന്നത്.